കച്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കച്ചളം കരി അല്ലെങ്കിൽ കൺമഷി പുരണ്ടാൽ തിളക്കമുള്ള സ്വർണത്തിന്റെ പോലും പ്രകാശവും ഭംഗിയും നഷ്ടപ്പെടും എന്ന് പറയണേ. അതുപോലെ എത്ര ഉത്തമനും സൽഗുണസമ്പന്നനുമായ ആളായാലും ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തെയും പ്രശസ്തിയൊക്കെ ഇല്ലാണ്ടാക്കും. രാമായണത്തിൽ മന്ദരയുടെ വാക്കുകൾ കേട്ട് കൈകേയിക്ക് ബുദ്ധിഭ്രംശം സംഭവിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ തത്വം ഇവിടെ പറയുന്നത്. നല്ലവരെയും കൂട്ടുകെട്ട് പലപ്പോഴും നശിപ്പിക്കും. കൈകേയി വളരെ ബുദ്ധിമതിയാണ്, നല്ല സ്വഭാവമുള്ളവളാണ്. മന്ദരയുടെ കൂട്ടുകെട്ട് അവരിൽ മാറ്റമുണ്ടാക്കി. കരി പറ്റിയാൽ സ്വർണത്തിനും പ്രഭ നശിക്കും. വ്യക്തികൾ എത്ര നല്ലവരാണെങ്കിലും കൂട്ടുകെട്ട് പലപ്പോഴും അവരെ നശിപ്പിക്കും. അത് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. മന്ദര കൈകേയിയെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്, ഉപദേശിക്കുകയാണ്, മനസ്സ് മാറ്റുകയാണ്. അതൊരു മാനേജ്മെന്റ് രീതി തന്നെയാണ്. ഓരോ മനസ്സിലും മാറ്റമുണ്ടാകുന്ന രീതി ഇതിൽ നിന്നും മനസ്സിലാക്കാം. എത്ര നല്ല വ്യക്തിയാണെങ്കിലും പലപ്പോഴും മറ്റുള്ളവരുടെ ചതിയിൽ നാമിൽ പലരും വീഴുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ആദ്യം മന്ദര വന്ന് രാമന്റെ അഭിഷേക വാർത്ത പറയുമ്പോൾ സന്തോഷ സൂചകമായി സ്വർണ്ണാഭരണം ഊരി സമ്മാനിക്കുകയാണ്. രാമൻ രാജാവാകുന്നതിൽ കൈകേയിക്ക് അത്രമാത്രം സന്തോഷമായിരുന്നു. ആ കൈകേയിയാണ് പിന്നീട് ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ രാമനെ കാട്ടിൽ വിടണം, വനവാസത്തിന് അയക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. അപ്പൊ മന്ദര കൈകേയിയിൽ വരുത്തിയ മാറ്റം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ എത്ര സ്വർണമായാലും അതിൽ കരിപറ്റിയാൽ പിന്നെ അതിന് പ്രഭയുണ്ടാവില്ല. ഒരു വെള്ളത്തുള്ളി തിളച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ ചൂടായിരിക്കുന്ന ഒരു ഇരുമ്പ് തണ്ടിൽ വീഴുകയാണെങ്കിൽ ആ തുള്ളി അപ്രത്യക്ഷമായിട്ട് പോവും, അല്ലെ? അതൊരു താമരയിലയില വീഴുന്നതെങ്കിൽ ആ താമരയിലയിൽ ആ വെള്ളത്തുള്ളി തങ്ങി നിൽക്കുന്നിടത്തോളം നേരം അത് ഒരു മുത്തുപോലെ, രത്നം പോലെ പ്രകാശിക്കും. ഇനി അതൊരു ചിപ്പിക്കുള്ളിലാണ് വീഴുന്നതെങ്കിലോ അതൊരു മുത്തായി മാറും. അപ്പോ നമ്മൾ ആരോട് ഇടപെടുന്നു, ആരോട് സംസർഗം പുലർത്തുന്നു, അത് നമ്മളിൽ വലിയ മാറ്റമുണ്ടാക്കും. സജ്ജന സംസർഗം നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്.